മെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോ മാത്രമാണോ? അല്ല, അല്ലേ? മെൻസസ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോ മാത്രമല്ല, അതിൻ്റെ മുന്നേയും കുറേ അധികം കാര്യങ്ങൾ ഇതിലുണ്ട്, ഈ മെൻസസിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. എന്താ കേട്ടിട്ടുണ്ടോ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്? ഇല്ല. അപ്പം അതുവരെ ഭർത്താക്കന്മാരോടും അതല്ലെങ്കിൽ ഭർത്താവിനോടും കാമുകനോടൊക്കെ ഹലോ ഇക്ക അല്ലെങ്കിൽ എന്താ പറയുക തക്കുടു തുക്കുടു എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക് ആയിട്ടുണ്ടായിരുന്ന കുട്ടികൾ ആ ദിവസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടാ, ശരിയല്ലേ? അതുവരെ ഇക്ക ആ പാത്രം ഒന്ന് എടുത്തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കാമായി കെയറൊക്കെ ചെയ്ത് കൊണ്ടുപോയി കൊടുത്തിരുന്ന കുട്ടികൾ അന്നത്തെ ദിവസം ആകുമ്പോൾ നാഗവല്യ ഉണ്ടാവും. എത്ര നാഗവല്ലിമാരുണ്ട് ഇതിൽ? ഉണ്ടോ? ഇതേ അവിടെ കണ്ടിട്ട് തോന്നുന്നു എനിക്ക്. ഇങ്ങനെ തലയൊക്കെ താത്തിരിക്കുകയാണ്. എന്നെ നോക്കല്ലേ സാറേ, കറക്റ്റ് അല്ലേ? അതായത് മെൻസസിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ, മെൻസസ് ആവുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ ഹോർമോണൽ ചേഞ്ചുകൾ സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ. ഹോർമോണൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ പോലുള്ള ഹോർമോണുകൾ ഡൗൺ ആകപ്പെടുകയും അതുപോലെ തന്നെ നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് വേണ്ടൊരു ഹോർമോണായിട്ടുള്ള സെറോട്ടോണിൻ, ഇതൊക്കെ ഡൗൺ ആയി കഴിയുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഇമോഷണലി എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുക. ഉണ്ടോ? കരച്ചിലുള്ള ആൾക്കാരുണ്ടോ? എന്തിനാ കരയുന്നത്? അതുകൂടി പറയണം. മെൻസസ് ആയിട്ടാണോ വേറെ എന്തെങ്കിലും റീസൺ ആണോ? അല്ലേ? ഇമോഷണലായിട്ട് നമ്മൾ കരയുക, അതല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുക, ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതുവരെ ഇല്ലാത്ത രീതിയിലുള്ള റിയാക്ഷൻ ആയിക്കാരം, അതുവരെ ഇല്ലാത്ത രീതിയിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആരും പറ്റില്ല, ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിക്കാരം, ആരും എടുത്തു വരാൻ പറ്റില്ല, ആരുമായിട്ട് സംസാരിക്കണ ഇഷ്ടമല്ല, അങ്ങനെ കാണാം. മെൻ്റലി മാനസികപരമായിട്ടുള്ള പല ലക്ഷണങ്ങൾ. മൂഡ് സ്വിങ്സ്, നമ്മൾ സിമ്പിളായിട്ട് അതിന് എന്തിട്ട് വിളിക്കും? മൂഡ് സ്വിങ്സ്. മൂഡ് സ്വിങ്സ് പറഞ്ഞാൽ എന്താ? മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ അതെ, നമ്മളെ മൂഡ് ശരിയല്ല, എന്താ ചെയ്യാന്ന് നമുക്ക് തന്നെ അറിയില്ല, ശരിയല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ നമ്മളിൽ വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. കണ്ടോ? ഞാൻ നാഗവല്ലിനെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരിലും ഇല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ ആവുമൊന്നുമില്ല. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകളും ഉണ്ട് ആ സമയത്തും. അതുകൊണ്ട് റൊമാൻറ്റിക് ആണോ? അത് ഈ സമയത്താണോ അതോ ജനറൽ ആയിട്ടുള്ള റൊമാൻറ്റിക് ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കി മൂഡ് സ്വിങ്സ് കാണാം. ബ്രസ്റ്റിൽ വരുന്ന ടെൻഡർനെസ് കാണാറുണ്ട് ചില ആളുകളിൽ. അതുപോലെ തന്നെ ഫുഡ് ക്രേവിങ്സ്. ഡയറി മിൽക്കാ വാലന്റൈൻസ് ഡേ കഴിഞ്ഞോണ്ടാ? അങ്ങനെയല്ല, ചില പ്രഗ്നൻസിൻ്റെ സമയത്ത് നമ്മൾ കാണാറുണ്ട്, ശരിയല്ലേ? പ്രസവത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഇത്തമാരൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരും ഇല്ലല്ലോ, കുട്ടികളും ആരും ഇല്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ നിങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രഗ്നൻസിൻ്റെ ഒക്കെ സമയത്ത് ചില ഫുഡിനോടൊക്കെ എനിക്ക് മസാല ദോശ വേണം വെക്കോ, ശരിയല്ലേ? മാങ്ങ വേണം വെക്കുക, കറക്റ്റ് അല്ലേ? വരും. പിക്ക എന്ന് പറയും നമ്മളതിന്, പിക്ക ഓഫ് പ്രഗ്നൻസി, കറക്റ്റ് അല്ലേ? അതുപോലെ ഇതിലും കാണാം. ചിരിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, നിങ്ങളൊക്കെ പറയാൻ പോകുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. കുറച്ച് ഒരു 5-6 കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഓർക്കും. മെയിൻ ഐറ്റം മസാല ദോശയൊക്കെ കേട്ടോ. മസാല ദോശ, മാങ്ങ, പിന്നെ വേറെ ഏതെങ്കിലും സർബത്തോ, ഷവർമ. അമ്പോ, വലിയ പുള്ളിയാണ് ഷവർമയൊക്കെ വേണമെന്ന് പറയണത്. ബിരിയാണി അല്ല, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഈ മെൻസസിൻ്റെ മുന്നേയും അതുപോലെ എന്ത് വരാം? ചില ആളുകളിൽ അമിതമായിട്ട് ഫുഡ് ക്രേവിങ്സ് വരാം. അത് കുഴപ്പമൊന്നുമില്ല, നമ്മളങ്ങ് ഭർത്താക്കന്മാർ തരാൻ റെഡിയാണ് കേട്ടോ, ഫുഡൊക്കെ ചോദിക്കാം. പിന്നെ ഫറ്റിക്, ഭയങ്കര ക്ഷീണം ഫിസിക്കലി വരുന്നതാണ്. ഒന്നിനൊരു ഉന്മേഷമല്ല. അതുവരെ ഓടിച്ചാടി നടന്നിരുന്ന, ഫുള്ള് വൈബായിട്ട് നടന്നിരുന്ന ആൾക്കാർ അന്ന് മുതൽ കോളേജിലും പോകണ്ട, ടീച്ചറേയും കാണണ്ട, ടീച്ചറൊക്കെ സബ്ജക്റ്റ് എടുക്കാൻ വരുമ്പോൾ ടീച്ചർ വന്നു. അതുവരെ ടീച്ചറെ ഭയങ്കര ഫാനായിട്ടുള്ള ആളുകളേക്കാണ്. ഇറിറ്റബിലിറ്റി പീക്ക്, മനസ്സിലാകണ്ടോ? ഇല്ലേ? ഇതിൽ ഇല്ലാത്ത ആളുകളുണ്ടോ? 4 പേരിൽ, അതായത് 1, 2, 3, 4, ഈ 4 പേര് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരാൾക്കേ ഇല്ലാത്തുള്ളൂ. ആർക്കാ വേണ്ടത്? അത് ഇതിലാർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ടോ? 4 സ്ത്രീകളിൽ 3 പേർക്ക്, അതായത്
75% സ്ത്രീകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള PMS നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഈ 3 പേരിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. 80% ആളുകൾക്കും വലിയ പ്രശ്നമില്ല. ലൈറ്റ് നാഗവല്യകാരം, ലൈറ്റായിട്ടില്ലേ, വലിയ പ്രശ്നക്കാരല്ലാത്ത ആളുകളുണ്ടല്ലോ, അങ്ങനെ വരാം. പക്ഷെ ബാക്കി വരുന്ന 20% KGF-ൽ യാഷ് പറയുന്ന കാര്യകാരം വയലൻസ്, ഐ ലൈക്ക് വയലൻസ്. കറക്റ്റ് അല്ലേ? പീക്ക് വയലൻസ് ആയിക്കാരം, ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ആളുകളാണ് നിങ്ങളെങ്കിൽ ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? പോയി ഡോക്ടറെ കാണിക്കണോ? മനസ്സിലാവുണ്ടോ? അതല്ലാതെ ഇതൊരു അഡ്വാൻറ്റേജ് ആക്കിയിരിക്കരുത്. അതുവരെ എല്ലാ ഭർത്താവിനോടുള്ള ദേഷ്യവും കാമുകനോടുള്ള ദേഷ്യമൊക്കെ ഇതിൻ്റെ പേരും പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, ടോർച്ചർ ചെയ്യാൻ പാടില്ല. 20%-ലാണെന്നുണ്ടെങ്കിൽ, ഹെവി ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോയിട്ട് എന്തായാലും അതിന് ചികിത്സ എടുക്കണം നമ്മൾ. ബാക്കിയുള്ള സമയം ഓക്കെ അല്ല. 80%-ൽ വരികയാണെന്നുണ്ടെങ്കിൽ, ലൈറ്റർ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ക്ലിയർ ആയോ?